ബി.ജെ.പി. ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. ബി.ജെ.പി. ആർ.എസ്.എസിൻ്റെ അഭിപ്രായമൊക്കെ ആരായുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടർ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ആർക്കാണ് സാധ്യത? എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സിനുജി? ശരിക്കും പറഞ്ഞാൽ ഈ ബി.ജെ.പി. അവരുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴും നമ്മൾ പ്രവചിക്കുന്നതിനപ്പുറത്ത് ഉള്ള ഒരു നിലപാട് വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ.എസ്.എസുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ ആയിരിക്കും കൊണ്ടുപോകുക. അപ്പോൾ ജെ.പി. നദ്ദ എത്രയോ കാലമായിട്ട് ഈ അധ്യക്ഷ പദം വഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ ഇരട്ട പദവി വഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെ മത്സരിച്ചു, ജയിച്ചു. ഇത്രയും കാലമായിട്ട് മാറിയില്ല. ഏതാണ്ട് സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. അധ്യക്ഷന്മാരെയൊക്കെ മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയാണ്. ഇപ്പോൾ താഴെ തട്ട് മുതൽ നോക്കിയാൽ കേരളത്തിൽ അറിയാമല്ലോ, താഴെ തട്ട് മുതലുള്ള ഭാരവാഹികളെയൊക്കെ മാറ്റി കൊണ്ടുവരികയാണ്. അങ്ങനെ മാറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ അധ്യക്ഷൻ വന്നത്. നമ്മളിങ്ങനെ ആലോചനകളിൽ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നിന്ന് വരാത്ത അല്ലെങ്കിൽ ആർ.എസ്.എസ്. സംഘപരിവാർ മേഖലയിലൂടെ വളരാത്ത ഒരാളെ ദേശീയ അധ്യക്ഷനാക്കി പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റാണ് ഉണ്ടായത്. എന്ന് പറയുന്നവരാണ് ദേശീയ അധ്യക്ഷ പദവിയിലേക്കും വമ്പൻ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ബിനു നേരത്തെ പറഞ്ഞതുപോലെ ഈ മനോഹർലാൽ ഖട്ടർ, അതുപോലെ തന്നെ ഭൂപേന്ദ്ര യാദവ്, അതുപോലെ തന്നെ ഭൂപേന്ദ്ര യാദവ്, ധർമ്മേന്ദ്ര പ്രധാൻ, ഈ 3 പേരും വരുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് യോഗിയുടേത്. അപ്പൊ യോഗി ആദിത്യനാഥിന് എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പൊ മറ്റൊരു ചിന്തയാണ്. അപ്പൊ ഒരു സന്യാസി വര്യനായ അതുപോലെ തോന്നിക്കുന്ന ഒരാളെ ദേശീയ അധ്യക്ഷനായിക്കൊണ്ട് ബി.ജെ.പി. ഒന്ന് ഞെട്ടിച്ചാലോ? പക്ഷെ ഉത്തർപ്രദേശ് പോലെയുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം, ഈ സംസ്ഥാനത്തെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയത് യോഗിയാണ്. ഒപ്പം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബി.ജെ.പിയുടെ വിജയത്തിന് കടിഞ്ഞാൻ പിടിച്ചതും അദ്ദേഹമാണ്. അപ്പൊ പാർലമെന്ററി രംഗത്ത് തന്നെ ഇപ്പൊ വേണം എന്ന് നിലപാട് അവിടെയും നമ്മൾ വിചാരിക്കുന്നവരല്ല. ഇനി വനിതാ പ്രാതിനിധ്യം, അങ്ങനെ ഒരു ഞെട്ടിക്കൽ നടത്താനും ബി.ജെ.പിക്ക് വലിയ താമസമൊന്നും ഉണ്ടില്ല. കാരണം നമുക്കറിയാം, ഗവർണറായിട്ടും അതുപോലെ രാഷ്ട്രപതിയായിട്ടും ഒക്കെ വനിതകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കവും നടത്താം. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു നിലപാട്. ഇപ്പൊ ബി.ജെ.പിയുടെ പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിമുക്ത ഭാരതം. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് തന്നെ ഓരോ സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്ന് അവര് സീറ്റ് കിട്ടിയില്ല, അല്ലെ കൊടുത്തില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഇവർ തമ്മിൽ ഉടക്കി. അന്ന് ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും ബി.ജെ.പി. അവിടെ ഭരണത്തിലെത്തുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചത് കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനി നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുലും റോബർട്ട് വാദ്രയും ഇപ്പൊ കേസിൽപ്പെട്ടിരിക്കുകയാണ്. ഇവരെ വേണമെങ്കിൽ ഇഡിക്ക് ജയിലിൽ അടയ്ക്കാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തകർന്നു. അപ്പൊ പിന്നെ ആര് നയിക്കും? അവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൃത്യമായി മുതലെടുക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ രംഗത്തേക്ക് ഇറക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് വെളിപ്പാട് അകലെ നിൽക്കാം. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പൊ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിക്കണമെങ്കിൽ ബി.ജെ.പി. കൃത്യമായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ ഇത്രയും കാലം കണ്ടത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയും കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിച്ച് ഓരോ സംസ്ഥാനത്തും അധികാരം പിടിച്ചെടുക്കുന്നു, നിലനിർത്തുന്നതൊക്കെയാണ്. ഇതുപോലെ ഇനി അവരിൽ കഴിഞ്ഞാൽ അടുത്ത തലമുറ മുന്നിലേക്ക് വരണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു തലമുറയെ കൊണ്ടുവരണമെങ്കിൽ പഴയ കേന്ദ്രമന്ത്രിമാർ തന്നെ വേണോ, അതോ പുതിയ വനിതാ ആളുകൾ വേണോ, യുവത്വം വേണോ, അതല്ലെങ്കിൽ യോഗി പോലെയുള്ള അപ്രതീക്ഷിത മുഖങ്ങൾ വേണോ? ഇതൊക്കെ തന്നെ ചർച്ച കേട്ടിരുന്നു. അപ്പൊ നമ്മൾ അതായത് പറയാം, അപ്പൊ ആർ.എസ്.എസിന് സ്വീകാര്യമായ ഒരു പേര് കൂടി വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ അംഗീകരിക്കുന്ന കുറച്ച് പേരുകൾ ഇപ്പൊ തന്നെ നിലവിലുണ്ട്. അപ്പൊ അതുവരെ ഊഹിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കാണ്. ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ ബി.ജെ.പി. വലിയ വിജയം നേടി. കോൺഗ്രസിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അവിടെ. അത് നടന്നില്ല. അപ്പൊ എൻ.സി.പിയും ശിവസേനയും ചേർന്നാണ് ബി.ജെ.പിയുടെ വിജയത്തിന് എല്ലാ കളവും ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ഈ എൻ.സി.പിക്കും അതുപോലെ തന്നെ ശിവസേനയ്ക്കും കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് അവർ അന്ന് മുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടി കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണി നടത്തും. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു കേന്ദ്രമന്ത്രിയെ പിടിച്ച് ദേശീയ അധ്യക്ഷനാക്കിയാലോ? അപ്പോൾ നേരത്തെ നമ്മൾ വിചാരിച്ച ആളുകൾ ഇപ്പം പിന്നീട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് പോയിട്ടുണ്ട്, യോഗി ആദിത്യനാഥ് മാറിയിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കാത്ത തലങ്ങളിലേക്കൊക്കെ മാറി. അപ്പോൾ കാലവും വിചാരിക്കാത്ത സമയത്താണ് ബി.ജെ.പി. അവർ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. അവർ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എല്ലാവിധ പിന്തുണയുമായിട്ട് യുവ നേതൃത്വമുണ്ട്, ഒപ്പം പഴയ കാലത്തെ നേതാക്കളുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സുരേന്ദ്രനെ നമ്മൾ ഇത് നാളെ പ്രഖ്യാപനം വരും എന്ന് പറഞ്ഞപ്പോൾ സുരേന്ദ്രനെ തലേദിവസം വിളിച്ചപ്പോൾ ഇല്ല, അതിനൊന്നും സാധ്യതയില്ല,
ഇപ്പോഴൊന്നും പ്രഖ്യാപിക്കില്ലെന്നാണ് നിലവിലെ അധ്യക്ഷൻ പോലും പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് നമ്മൾ MD രമേശിൻ്റെ പേര് കേട്ടു, ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടു, പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു, അവിടെ അത് കഴിയുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ കോൺഗ്രസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു തീരുമാനം വന്ന കുറേ പേര് തലമുണ്ടനം ചെയ്യുന്നു, കുറേ പേര് പ്രതിഷേധമായിട്ട് പോകുന്നു. BJP ഒറ്റ വാക്കാണ് അത്, പിന്നെ അവരതെല്ലാം അംഗീകരിക്കുന്നു, ആർക്കും പ്രതിഷേധമോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് ദേശീയ അധ്യക്ഷൻ്റെ കാര്യത്തിലും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ RSSൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ RSSനും കൂടെ സ്വീകാര്യനായ ഒരു നേതാവ്, അത് പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കുറേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത്തരത്തിൽ ഇപ്പോൾ ഇരട്ട പദവി വഹിക്കുന്നവർക്ക് അതിന് എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊരു ഒരു അധ്യക്ഷനെ കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമമായിരിക്കും. യോഗിയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇതിന് പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയകളുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിയും. നമുക്കറിയാം, ഇപ്പോൾ റാണയെ കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു പക്ഷേ ഒരു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലായിരുന്നു. റാണയൊന്നും ഇന്ത്യയിലൊന്നും കാണുക പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക്, അതായത് എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങൾക്കും രാഷ്ട്രീയപരമായും ഒപ്പം പല നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന ഒരു അധ്യക്ഷനെ തന്നെ ആയിരിക്കും സ്വാഭാവികമായും BJP കളത്തിലിറക്കുക. സ്വാഭാവികം 2014 ശേഷം കോൺഗ്രസിനെ മാറ്റി നിർത്തി BJP ഭരണത്തിൽ വന്നതോടുകൂടിയാണ് രാജ്യത്തിന് തന്നെ വലിയ ഉയർച്ച, അതായത് സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും ഒക്കെ. അപ്പോൾ ഇത്തരം ഉയർച്ച ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു മികച്ച പദവിയാണ്. നിതിൻ ഗഡ്കരിയൊക്കെ അതെ, അതിനൊക്കെ വളരെ മനോഹര ഉദാഹരണമാണ്. രാജ്നാഥ് സിംഗ് ആ പദവിയിലേക്ക് വന്ന, നദ്ദ. അപ്പോൾ എടുത്തു പറയാവുന്ന പ്രമുഖരെല്ലാം തന്നെ വന്നു. പണ്ട് നമുക്കിപ്പോൾ LK അദ്വാനി ഉണ്ടായിരുന്നു, അല്ലെ വാജ്പേയി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രമുഖരുടെ നിരയിലേക്ക് ഒരിക്കലും നേതൃക്ഷാമം ഈ പാർട്ടിക്ക് ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ബിനു നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ പോലെ തമ്മിലടിയൊന്നുമില്ല. ഇപ്പൊ CPM-ലൊക്കെ തന്നെ ഒരു പാർട്ടി സെക്രട്ടറിയെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ BJP-ക്കും ദേശീയ അധ്യക്ഷനായാലും സംസ്ഥാന അധ്യക്ഷനായാലും അതേക്കുറിച്ച് പിന്നെ തർക്കമൊന്നുമില്ല. CPM-ൽ പോലും ഈ എത്ര കേഡർ സംവിധാനമാണെന്ന് പറഞ്ഞാലും CPM-ൽ പലപ്പോഴും പല തീരുമാനങ്ങളിലൊക്കെ എതിർപ്പ് അവരുടെ അണികളിലും ഉയർന്നു വരാറുണ്ട്. പക്ഷെ BJP-ൽ അങ്ങനെ ഉണ്ടാവില്ല. മാത്രമല്ല, ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയെ ഇനി നയിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അടുത്ത തലമുറയിലേക്ക്, അടുത്ത നിര നേതാക്കളിലേക്ക് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമാണ്. അപ്പൊ RSS പറയുകയാണ് യുവത്വത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് കൊടുക്കാം, ഇനി വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഏത് നേതാവാണ് ആ പദവിയിലേക്ക് വരുന്നത് എന്നുള്ളത് BJP ഒരു സസ്പെൻസ് പോലെ വെച്ചിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ പറയുന്നത് ഏപ്രിൽ 30-ാം തീയതി, അതായത് ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപനം ഉണ്ടാവും. 25-ാം തീയതി പ്രഖ്യാപിക്കാൻ തോന്നിയാൽ BJP അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി കേന്ദ്രമന്ത്രിയാണെങ്കിൽ അദ്ദേഹം മന്ത്രിപദം രാജിവെച്ചിട്ടാണ് പോകുന്നത്. ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദിയുടെ ടേം ഇവിടെ മതി, ഇനി അടുത്ത ആൾ പ്രധാനമന്ത്രിയായിട്ട് ഇത് പാർട്ടി തീരുമാനിച്ചാൽ അതിനകത്ത് ഒരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് എക്കാലവും സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരുടെ ചിന്തകളെയൊക്കെ വെട്ടിമുറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് നൽകുന്ന രീതിയിലാണ് BJP അവരുടെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചത്. ഇവിടെയും അത്തരത്തിലുള്ള പ്രഖ്യാപനമുണ്ട്. എങ്കിലും മുൻ കേന്ദ്രമന്ത്രിമാരായ കഴിവുള്ള ആളുകളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മനോഹർലാൽ ഖട്ടറും ഈ പ്രധാനും ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭൂപേഷ് യാദവിന് ഉൾപ്പെടെയുള്ളവർക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെ വന്നോട്ടെ. കാരണം അദ്ദേഹത്തിനുള്ള സ്വീകാര്യത വളരെ വലുതാണ്. ഉത്തർപ്രദേശ് പോലെയുള്ള സംഘർഷഭരിതമായ ഒരു സംസ്ഥാനത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ആളല്ല. അദ്ദേഹം ഒരു യോഗി വര്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായം ആ മേഖലയിൽ പ്രവർത്തിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളിന് വരട്ടെ. ഇനി അതൊന്നും വേണ്ട, ഒരു പിന്നോക്ക ജാതിയിൽ നിന്നുള്ള ഒരാളെ ഉയർത്തി കാണണമെന്നാണ് BJP ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവർ ഓൾറെഡി അത് തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമുക്തമായ ഒരു ഭാരതം ഉണ്ടാകുക. ഇനി ഒരു 10-15 വർഷത്തേക്ക് BJP അല്ലാതെ മറ്റൊരു പാർട്ടിയും ഭരണത്തിൽ വരരുത്. അപ്പൊ 2 തവണ ഭരണത്തിൽ വന്നപ്പോൾ BJP-ക്ക് ചില അഹങ്കാരങ്ങൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തു. അത് ഈ RSS കൃത്യമായിട്ടൊരു പാഠം പോലെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതാണ് പ്രശ്നം ഉണ്ടായത്. BJP-ക്ക് RSS-ൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ചില നേതാക്കളുടെ പ്രസ്താവന അല്ലെ, അപ്പൊ ആ പ്രസ്താവനയാണ് പിന്നീട് വലിയ വിവാദം ഉണ്ടാക്കിയത്. ഇപ്പൊ അത് വേണ്ട എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്ര കണ്ടത്. അന്ന് BJP നേതാക്കളൊക്കെ അവിടെ അവതരിപ്പിച്ചെങ്കിലും വീടാനന്തരം കയറി പ്രവർത്തിച്ച മുഴുവൻ RSS ആണ്. അപ്പൊ അത്തരത്തിൽ സ്വീകാര്യനായ ഒരാൾ വരികയാണെങ്കിൽ RSS എണ്ണയിട്ട യന്ത്രം പോലെ താഴെ തട്ടിൽ പ്രവർത്തിക്കും. BJP അവരുടെ നേതാക്കളുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ തലമുറ കൈമാറ്റത്തിനുള്ള അവസരമാണോ മുന്നിൽ വരുന്നത്, അതോ മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വനിതാ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള
ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുകയാണോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നില്ല. എന്തായാലും RSS നേതാക്കളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഇനി മോഹൻ ഭാഗവതിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ താല്പര്യമുള്ള ഒരാളെ മുന്നിലേക്ക് വെക്കുന്നു. ഇനി അതല്ല, യുവത്വത്തിന് പ്രാധാന്യം നൽകി ഈ നേതാക്കളെയൊക്കെ മാറ്റി നിർത്താനാണ് അവർ ലക്ഷ്യമിടുന്നെങ്കിൽ അതും നടപ്പാക്കും. ഇവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പൂർണ്ണമായിട്ടും ജയിലടക്കുക. അല്ലെ? അതെ അതെ അതെ. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം, ഒപ്പം ഇത്തരത്തിൽ BJPയുടെ വളർച്ച, ഈ പറഞ്ഞ പോലെ സിനുജി സൂചിപ്പിച്ച പോലെ ആദ്യ 2 തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടി, ഇപ്പോൾ 3ാമത്തെ തവണ അത്രയധികം ഭൂരിപക്ഷം കിട്ടാതിരുന്നത്, അത് ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു. RSS ഇല്ലാതെ ഒരു BJP ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക കൂടിയായിരുന്നു RSS ഈ ഘട്ടത്തിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം RSSന്റെ അഭിപ്രായം അല്ലെങ്കിൽ RSSന്റെ വാക്കുകൾ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.